ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു, അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിലിങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ സ്പോട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവൻ്റെ. അപ്പോൾ നന്ദു ചേട്ടൻ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലോ അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ല, എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാന് എന്ന് വെച്ച്. ഹൂയിസി എൻ്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞേന്. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യൻ്റെ പിന്നെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളനെ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ, ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാൾ പിന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവുകയാണ്. അത് പിന്നെ നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടൻ്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവർ ആണ്. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദുചേട്ടന് എന്ത് മാഫിയ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറേ വീടായിട്ടുള്ള കുറേ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോൾ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്കാ അധികാരമുള്ളത്? പുള്ളി എന്ന് പിന്നെ ആളുകൾക്ക് ഷേക്ക് ഹാൻഡ്, പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോൾ എല്ലാ നടിമാരും ഇതാണോ? നിത്യമേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട്, എൻ്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതുമാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവർ എത്രയോ ഫോണുകൾ പിന്നെ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? എന്നിട്ട് അവർ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസിലെടുത്തുകൊണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ആരുത്തരവാദിത്വം പറയും? അപ്പം ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും? അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തെ ജീവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉൾക്കിടലത്തോടെ ജീവിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര നിങ്ങൾക്ക് തമാശയായിരിക്കും, പക്ഷെ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ നിന്നൊന്ന് ആലോചിക്കണ്ടേ? കാര്യം നിങ്ങൾ അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണല്ലോ. ഞങ്ങൾ മീഡിയ ആണ്, ഞങ്ങൾ പ്രസ്സാണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്. ആ അവകാശപ്പെടുമ്പം നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സംവിധാനം ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു. പക്ഷേ നിങ്ങൾ വിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ആക്ച്വലി നിങ്ങളെല്ലാം പറയുന്നത്, ഞാനൊരു ജനറലായിട്ട് ഞാൻ പറയാണ്. കാര്യം ഇതിലെ അക്കൗണ്ടബിലിറ്റി, അതാണ് വിഷയം. ഇപ്പോൾ വനിത എന്നുള്ള തിയേറ്ററിൽ ഒരു റിലീസിൻ്റെ അന്ന് ഒരുപാട് പേർ അഭിപ്രായം പറയുന്നുണ്ട്, പല വേഷത്തിൽ വന്നുകൊണ്ട് പല വിധത്തിൽ ശ്രദ്ധ. ഇതിനെ കാണാറുണ്ടോ? ഇതിനെയും നവമാധ്യമങ്ങളുടെ എന്താ പറയുക, ജേർണലിസത്തിന്റെ പുതിയ സാധ്യതയായിട്ടാണ് സാബുമാൻ? അല്ല, അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ പല കോലം കെട്ടലുകളും പ്രൊമോഷൻസും സാധനവും ഒക്കെ നടക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതാണ് എന്ന് വേറെ കുറേ സെലിബ്രിറ്റീസ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല.
മനസ്സിലായി? ഇത് രണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പാരലൽ വേൾഡ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഈസ് ആൻ ഇൻഡസ്ട്രി. എനിക്കറിയാവുന്ന മനുഷ്യരോടെല്ലാം പറയും, നിങ്ങൾ ഇവരെ എൻ്റർടൈൻ ചെയ്യരുത് എന്ന് പറയും. അവിടെ ഒരു ഷോ മെറ്റീരിയലായി മാറരുത്. കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ മാറി നിന്നിട്ട് ഐ കോൾ ദം പാപ്പരാസീസ്. ഇത് പാപ്പരാസീസാണ്. ഇതേ പാപ്പരാസീസുകളാണ് ഡയാനയെ കൊന്നു കളഞ്ഞത്. ഇതേ പാപ്പരാസീസുകളാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അതായത് ഒളിക്യാമറ വെച്ച് നടക്കുന്ന കുറേ മഞ്ഞപ്പത്രക്കാർ. അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. വായി തോന്നിയത് എഴുതുക, വായി തോന്നിയത് പറയുക. തരികിട എന്നുള്ള ഷോയ്ക്ക് ശേഷം സാബു ചെയ്തിട്ടുള്ള ഷോ അട്ടഹാസമാണ്. അപ്പോൾ ആ ഷോയുടെ ഒരു പ്രത്യേകത, അതിനുശേഷം ആ ഫോർമാറ്റിൽ ഒരു ഷോയും പിന്നീട് വന്നിട്ടില്ല. അത് മുഴുവനുമായും മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഷോയാണ്. അത് അപ്പുറത്തുള്ള ആൾ ഫോണിൽ സംസാരിക്കേണ്ടത് മുഴുവനുമായും മലയാളത്തിലാണ്. ആ ഷോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ അവിടെ വെച്ചാണ് ഈ സ്റ്റാൻഡേർഡ്, അതായത് 4th സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ 4ാം തരമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് സർക്കാർ എന്നുള്ള പദം പൂർണ്ണമായും മലയാളമല്ല എന്ന് മനസ്സിലാക്കുന്നത് ആ ഷോ കാണുമ്പോഴായിരുന്നു. എങ്ങനെയാണ് അട്ടഹാസം എന്നുള്ളൊരു ഷോ ഡിസൈൻ ആവുന്നത്? അട്ടഹാസം എന്ന് പറയുന്ന ഷോ ഡിസൈൻ ആവുന്നത് പിന്നെ ഏഷ്യാനെറ്റ് ഏഷ്യൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചാനൽ, യൂത്ത്ഫുൾ ആയ ചാനൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. മോഹൻ നായർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് മോഹൻ സാറ് ഏഷ്യാനെറ്റിൻ്റെ CEO ആണ്. വഞ്ചി ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, വക്കീലായിട്ട്. അപ്പം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊരു ദിവസം എന്നെ കോടതി വെച്ചുകൊണ്ട് പറഞ്ഞു, സാബുവിനെ മോഹൻ നായർ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻ നായരോട് ചെന്ന് സംസാരിക്കും. അപ്പോൾ എനിക്കറിഞ്ഞൂടായിരുന്നു ഇദ്ദേഹം CEO ആണെന്നൊന്നും. പുള്ളിയാണ് അതിൻ്റെ ഫുൾ ചാർജ് എടുത്ത് വെച്ചിരുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പുള്ളി എടുത്ത് എന്നിരുന്ന് നമ്മൾ കുറേ കോൺസെപ്റ്റ്സ്. അപ്പോൾ ഞാൻ ടെലിവിഷൻ വിട്ടിറങ്ങിയിട്ട് ഞാൻ ഈ എല്ലാ ടെലിവിഷൻ ഷോസും അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരാളാണ്. ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല. ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ, അങ്ങനെ അത്രയും വലിയ കക്ഷിയൊന്നുമില്ല ഞാൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ കോൺസെപ്റ്റ്, ആക്ച്വലി അട്ടഹാസം മോഹൻ സാറിൻ്റെ കോൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മുഴുവനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? നോക്കാം. ഈ നവമാധ്യമങ്ങളോടൊരു മുഖംതിരിവും അവർക്ക് അഭിമുഖം കൊടുക്കില്ല എന്ന് സാബുമോൻ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ വിധത്തിലൊരു അഭിപ്രായ രൂപീകരണത്തിനുള്ള കാരണം? നവമാധ്യമങ്ങളെ ഒരു വ്യത്യസ്ത ലോകവും വ്യത്യസ്ത മനുഷ്യരും ജീവിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം അവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഉത്തരവാദിത്തമോ മാനുഷിക പരിഗണനയോ ചിന്താശേഷിയോ ഒന്നുമില്ലാത്ത ഒരു സംഘം ആളുകളുടെ ഒരു ദുഷിച്ച ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ മനുഷ്യരൊരു പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാന്യൻ ആയിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനായിരിക്കും. പക്ഷെ അയാൾ ഒരു നടിയുടെ ഫോട്ടോയുടെ താഴെ ഫോട്ടോ ഇംഗ്ലീഷാണ്. അയ്യോ, ഞാൻ മറ്റേ പൊളിറ്റിക്കൽ സ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കഴിയുന്നു. മലയാളത്തിൽ പറഞ്ഞ ഇല്ല, ഞാൻ ആക്ച്വലി ഇഷ്യൂ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇഷ്യൂവിനകത്തേക്ക് ഇൻവോൾവ് ആയിപ്പോയി. ശരി, ഞാൻ കുറച്ചുകൂടി ലഘുവായിട്ടുള്ള ചോദ്യത്തിലേക്ക്. അല്ലെ, ഇത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു നടിയുടെ ചിത്രത്തിന് താഴെ ചെന്ന് വളരെ വൃത്തികെട്ട് വളരെ മോശമായിട്ട് ഒരു വാക്യപ്രയോഗം നടത്തുകയും എന്നിട്ട് അത് അധികാരികൾ പിടിക്കുമ്പോൾ ഞാൻ മദ്യലഹരിയിലായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഊരിപ്പോകുന്ന ഒരിടമാണത്. എന്നാൽ ഈ മനുഷ്യനെ ആലോചിക്കണം, അയാൾക്ക് മക്കളുണ്ട്. ആ മക്കൾ ഇയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പം അനുഭവിക്കുന്ന മാനസിക വ്യതയും സാധനമൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ മലയാളത്തിൻ്റെ സാധനം എവിടെയാണ് ഈ പാരലൽ വേൾഡിനകത്തുള്ള ഈ പരിപാടി ഇറ്റ്സ് നോട്ട് ഗുഡ് ആണ്. ഈ ആളുകൾ അവർ രണ്ട് ജീവിതം നയിക്കുന്നവർ, മനസ്സിലായ? അവർ സമൂഹത്തിന് പോലും ഭയങ്കര
നല്ല മനുഷ്യരൊക്കെ ആയിരിക്കും. അവരുടെ മുഴുവൻ വൈകൃതങ്ങളും ഈ പാരലൽ വേൾഡിൽ വന്ന് ഒമിറ്റ് ചെയ്യും. ആ മനുഷ്യരോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ആ മനുഷ്യർ എന്നെ കാണണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, എൻ്റെ കൂടെ നിൽക്കേണ്ട, എൻ്റെ ദൃഷ്ടിപഥത്തിനകത്ത് വരണ്ട. ആ മനുഷ്യരെനിക്ക് ഈ സമൂഹത്തിലേ വേണ്ട, അതായത് എൻ്റെ സമൂഹത്തിനകത്ത് വേണ്ട. അബ്സല്യൂട്ട്ലി നോ. ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. അതാണ് ഈ ഓൺലൈൻ മീഡിയയിൽ ഒരു പ്രസൻസ് കൊടുക്കുകയോ ചെയ്യാത്തത്. കാര്യം നിങ്ങൾ ഓൺലൈൻ മീഡിയയാണ്, നിങ്ങൾ തന്നെയാണ് ഇത്തരമുള്ള ദുഷിപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും നീചരായ മനുഷ്യരെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് എടുത്ത് ഇടുന്നത്. നിങ്ങളാണ് സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണ്. നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല, മനസ്സിലായി? നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ആളിനെ അല്ല, ഇത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല. കാരണം ജേർണലിസ്റ്റുകൾക്ക് മൊറാലിറ്റി ഉണ്ട്, എത്തിക്സ് ഉണ്ട്, മനസ്സിലായി? നിങ്ങൾ കാരണമാണ് ടെലിവിഷനിലെ ജേർണലിസ്റ്റുകളുടെയും മൊറാലിറ്റിയുടെ ലെവൽ താന്നു പോയത്, എത്തിക്സിൻ്റെ ലെവൽ താന്നു പോയത്. കാരണം നിങ്ങളുമായിട്ടാണ് അവർ മത്സരിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളുടെ നിലവാരം അമ്പേ തകർന്നു പോയി. പക്ഷെ ഇത് ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ ജേർണലിസ്റ്റിനകത്ത് 2 തരത്തിലുള്ള ചാനലുകൾ രൂപപ്പെട്ടു, മനസ്സിലായോ? ഒന്ന് ക്ലാസിക്കായിട്ടുള്ള സത്യം പറയുന്ന മാധ്യമങ്ങളും, പിന്നൊന്ന് വായി തോന്നിയത് പറയുന്ന മറ്റേ മോഹനൻ പിന്നെ വിജയൻ്റെ പെണ്ണുപിള്ളയുടെ മറപ്പരയ്ക്കകത്ത് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്ന ചാനലുകളും, മര്യാദയ്ക്ക് ഉള്ള വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ. അങ്ങനെ 2 തരത്തിലുള്ള ചാനലുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മലയാളത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് മഞ്ഞപ്പത്രങ്ങളുടെ ലെവലിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ ചാനലുകളും അതേ നിലവാരത്തിലുള്ള സാറ്റലൈറ്റ് ചാനലുകളും. കാരണം ഇവർ തമ്മിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ, മനസ്സിലായി? പക്ഷെ അതൊരു സമൂഹത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം പിന്നെ ഈ വാർത്തയിലെ സത്യം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നമ്മൾ മലയാളത്തിൽ നിന്നാണ് തുടങ്ങിയത്. റിയാലിറ്റി ഷോകളിലൊക്കെ ഈ വിധികർത്താവൊക്കെ ഇരിക്കുന്ന സമയത്ത് മലയാളത്തിന് കുറച്ച് സ്പഷ്ടത കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മത്സരാർത്ഥി കുറച്ചധികം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മലയാളികൾ കാണുന്ന മലയാളം ഷോയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുക, മലയാളത്തിൽ അവരെ സംസാരിക്കാൻ ശീലിപ്പിക്കുക. മലയാളം നിങ്ങൾ പ്രത്യയങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകളും ഇടയിൽ മലയാളം പ്രത്യയങ്ങളും വെച്ചല്ല സംസാരിക്കേണ്ടതെന്ന് അവരോട് മുന്നറിയിപ്പ് കൊടുക്കുക. മലയാളം ഭാഷയോട് ഇപ്പോൾ ഒരു തമിഴ് ഭാഷയോട് ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ, അത് ഉള്ള ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണോ സാബുമോൻ? അങ്ങനെ സാബുമോൻ എനിക്ക് തമിഴ് ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ്, മലയാളം ഭാഷയോട് ഭയങ്കര ഇഷ്ടമാണ്. മലയാളം നല്ലപോലെ ഉപയോഗിക്കണം എന്ന് ഭയങ്കര കടുംപിടുത്തം പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, പിടിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എൻ്റെ മക്കൾക്ക് മലയാളത്തിൽ 40-ൽ 7 മാർക്ക്. ഞാൻ മലയാളം വേണമെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച ആളുകളുടെ പ്രാക്കായിരിക്കും. എൻ്റെ മക്കൾ വളർന്നത് ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് ഇതുങ്ങൾക്ക് മലയാളം വലുതായിട്ട് അറിഞ്ഞുകൂടെ. കാരണം ഇപ്പൊ ഒക്കെ പഠിച്ചു വരുന്നുണ്ട്, ഇപ്പൊ 15 ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, റിയാലിറ്റി സെന്റർ ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മലയാളത്തിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ മക്കള് മലയാളം പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതിൽ ലോക പരാജയമായി പോയി ഞാൻ. ഇത് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? ഏത് കൂട്ടുകാരൻ? മലയാളത്തിന് നെഞ്ചോട് പിടിച്ച എൻ്റെ മക്കൾക്ക് 40-ൽ 7 അത് 2 പേരുണ്ട്. അല്ല, ഒരാൾക്ക് മലയാളത്തിന് നല്ല മാർക്കുണ്ട്, ഒരാൾക്ക് ഭയങ്കര കുറവാണ്. പക്ഷെ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പിന്നെ അവർ മുന്നേറി വരുന്നുണ്ട്. അപ്പോൾ എന്നെ PTA മീറ്റിങ്ങിന് വിളിച്ചു, എന്നിട്ട് പറഞ്ഞ് മലയാളത്തിന് മാർക്ക് കുറച്ച് കുറവാണ്, അപ്പം ട്യൂഷൻ പോലെ എന്തെങ്കിലും ഒന്ന്
അറേഞ്ച് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ബുക്കൊന്നും വീട്ടിൽ കൊടുത്തു വിടത്തില്ല, സ്കൂളിൽ തന്നെ ഞങ്ങളെല്ലാം പഠിപ്പിക്കുമെന്ന്. നിങ്ങൾ പഠിപ്പിച്ച് മാർക്ക് വാങ്ങിച്ച് കാണിച്ച് വീട്ടിലിരുത്തി പഠിപ്പിക്കാനാണെങ്കിൽ ഇവിടെ വിടണ്ടല്ലോ, വേറെ വല്ല സ്കൂളിലും വിട്ടാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ എന്തായാലും ആ ടീച്ചർ എഫേർട്ട് ഇട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം 15-16 ആയെന്ന് തോന്നുന്നു, വളർന്നു വരുന്നുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഈ വലിയ തിയറീസും സംഭവമൊക്കെ ഇരുന്ന് പറയാവുന്നേ ഉള്ളൂ. റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിലായേ? ജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില തത്വങ്ങളൊക്കെ നമ്മളിരുന്ന് പറയും, പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ കളി മാറും. അങ്ങനെ എന്താ ഇപ്പം അങ്ങനെ പാലിക്കാൻ പറ്റാതെ പോകുന്നത്? ഞാൻ വീട്ടിൽ വേണ്ട ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇനിയപ്പോൾ മലയാളത്തെ അങ്ങനെ അത്ര കടുപ്പം ഉണ്ടാവില്ല? ഇല്ല, അങ്ങനല്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ വ്യക്തിപരമായി ഭാഷയെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. തമിഴും അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ പറയും, ഇപ്പോൾ കുറേ എണ്ണം താഴെ പറയും, അവൻ തമിഴ് സിനിമ അഭിനയിക്കാൻ പോയതിൻ്റെ പൂഴ്ത്തലാണെന്ന്. അങ്ങനെയല്ല. പിന്നെ അതും ഞാൻ BA മലയാളം പഠിച്ചതിൻ്റെയാണ്. കാര്യം തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായി വന്നത് എന്നുള്ള കരിന്തമിഴ് വാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. കാര്യം സംസ്കൃതജന്യവാദമോ മിശ്രഭാഷാവാദമോ ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. തമിഴ് ജന്യവാദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് 2 ഭാഷകളും എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സന്തോഷമുള്ള 2 ഭാഷകളാണ്. ഈ വേട്ടയിന് ശേഷം അനൗൺസ് ചെയ്യുന്ന പോസ്റ്ററുകളിൽ ഉൾപ്പെടെ സാബുമോൻ എന്നുള്ള പേരൊക്കെ കാണുന്നു. ഞാൻ വേട്ടേൻ്റെ പാരലിൽ തന്നെ 3 തമിഴ് സിനിമയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ യോഗി ബാബുവിന്റെ സിനിമ, GV പ്രകാശിന്റെ സിനിമ, അതെ, പിന്നെ ഒരു സിനിമ കൂടി ഉണ്ടല്ലേ? അതെ, നമ്മുടെ പാരഞ്ജിത്തിൻ്റെ നീലം പ്രൊഡക്ഷൻ്റെ മൂവി. ഇതിലെല്ലാം ഇച്ചിരിച്ച ഇനി ബാക്കി കിടപ്പുണ്ട്. ജല്ലിക്കെട്ട് എന്നുള്ള സിനിമ കണ്ടിട്ടാണ് ജ്ഞാനവേൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അതുപോലെ കുറേ ഫിലിം മേക്കേഴ്സിന് വലിയ ഇഷ്ടമാണ് സാബുമോൻ എന്നുള്ള പെർഫോമർ. ചിലപ്പോൾ ആകാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഓഫ് സ്ക്രീൻ ബന്ധം കൊണ്ടായിരിക്കാം. എങ്ങനെയാണ് ശരിക്കും ഇത്രയധികം സിനിമകൾ വരുന്നത്? എവിടുന്ന സാബുമോൻ എന്നുള്ള പെർഫോമർ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അങ്ങനെ ഒരു റെട്രോസ്പെക്ഷൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി വിളിക്കുന്നു ഡബിൾ ബാരലിലേക്ക്. അന്ന് അങ്ങനെ ആക്ടിങ് ഒന്നും പ്രൂവ് ചെയ്ത റോളുകൾ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുട്ടമണി എന്ന റോളിലേക്ക് വിളിക്കുന്നു സച്ചി. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നെ അടിസ്ഥാനം അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ചിലപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് എവിടെയെങ്കിലും ഒരു കോൺഫിഡൻസ്, ഒരു ഗ്ലിംസ്, അങ്ങനൊരു ഇത് തോന്നിയോണ്ടായിരിക്കും. ശരിക്കും ഈ ചോദ്യത്തിൽ ആക്ച്വലി എന്നെ അങ്ങനെ അധികം ആളുകൾ വിളിക്കാറില്ല എന്നുള്ളതാണ്. കുറച്ച് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു സ്ഥിരം നടനോ അങ്ങനെ ഒരു ലൈനപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്ന ആളോ അല്ല ഞാൻ. വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വരും, ചെയ്യുന്ന സാധനം പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യും. ചിലതൊക്കെ കുഴപ്പം. മെച്ചപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അഭിനയം? ഇല്ല, ഞാൻ ചെയ്യുന്നത് ഭയങ്കര സിൻസിയറായിട്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇരട്ടയിലൊക്കെ ജോജുവിനൊക്കെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നു. ഇത് ഓരോ ആക്ടേഴ്സിൻ്റെ കൂടെയും ഇപ്പം സാബുമോൻ ഭാഗമാവുന്ന അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സിനും കൂടി വലിയ വലിപ്പം ഉണ്ടാവുന്നുണ്ടല്ലോ. ബിജു മേനോൻ, ജോജു, അങ്ങനെയൊക്കെ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ അഭിനയിച്ചതിൻ്റെ ഒരു തഴക്കം, എക്സ്പീരിയൻസ്, അതുകൊണ്ടൊരു മെച്ചപ്പെടൽ ഉണ്ടാവുന്നുണ്ടോ നടൻ എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് ഞാൻ നല്ലപോലെ ആലോചിച്ച് ഞാൻ ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊരു ഗൃഹപാഠമുണ്ട്. അതെ, ഒരു നായക നടനിലേക്കുള്ള ഒരു ഫോക്കസ് അങ്ങനെയുള്ള ഒന്നുമില്ല, ആലോചിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പണം അല്ലെങ്കിൽ നടനായാൽ അതിനുണ്ടാവുന്ന മറ്റു സൗകര്യങ്ങൾ, സുഖങ്ങൾ, അതൊന്നും മോഹിപ്പിച്ച അത്ര നല്ല എനിക്ക് ഈ സിനിമയ്ക്കകത്തു നിന്നും ഉള്ള പൈസ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതിൽ നിന്നും നല്ല വരുമാനവും. ആ കൂടെ എൻ്റെ പെണ്ണുപിള്ള ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളൊന്ന് പോയി സിനിമയിൽ അഭിനയിച്ച് കുറേ പൈസ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാണ്ട്. സിനിമയിൽ നിന്നും ഉള്ള സാമ്പത്തിക ഇതിൽ അല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച് നായകനായി പണമുണ്ടാക്കി സുഖ സൗകര്യങ്ങളോടെ ജീവിക്കണം എന്നുള്ള ഒരു സിനിമ മോഹിപ്പിക്കുന്നേ ഇല്ല. സിനിമയിൽ പണം മോഹിപ്പിക്കുകയില്ല. സിനിമ എന്നത് എൻ്റെ സന്തോഷം. കുറേ പൈസ ചോദിക്കും, ആ പൈസ അതുവഴി തന്നെ അങ്ങ് ചിലവായി പോകും.
ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ എങ്കിൽ എന്നോട് പറ. അതിന് സാബു എന്നുള്ള ഈ റിയാലിറ്റി ഷോയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, അങ്ങനെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അദ്ദേഹം എന്താണ് ഏറ്റവും രസമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? ടെലിവിഷൻ ഷോകളിൽ കൂടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെലിവിഷനിൽ ഇപ്പോൾ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയാൻ പാടില്ല. കാര്യം ഇൻ്റർനെറ്റ് അങ്ങനെ മോശമായിട്ടുള്ള സാധനമല്ല. അല്ല, മനസ്സിലായോ? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിനും പിന്നെ നമ്മളുടെ ചിന്താധാരകളെയും നമ്മളുടെ തോട്ട് പ്രോസസ്സിനെയും നമ്മളുടെ മുന്നേറ്റങ്ങളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടനമാണത്. വികസനത്തിന്റെ ചവിട്ടുപടിയാണ്. പക്ഷേ പിന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ള വാക്കിന് വരെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇൻ്റർനെറ്റിന് നമുക്ക് പോസിറ്റീവ് വേയിൽ യൂസ് ചെയ്യാം, നെഗറ്റീവ് വേയിൽ യൂസ് ചെയ്യാം. നെഗറ്റീവ് വേയിൽ യൂസ് ചെയ്യുന്നതിനെ തടയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മോശം സാധനമാണ്. ഇപ്പം പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ അഡിക്ഷൻ, അങ്ങനെയുള്ള അഡിക്ഷൻ എന്നുള്ള വാക്കല്ല അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കകത്ത് കൂടി നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. പറഞ്ഞത് പിന്നെ ഈ എങ്കിലേ എന്നോട് പറയാന്നുള്ളതിനകത്ത് നമ്മൾ കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഫണ്ണും വേണം. കാര്യം ആളുകൾക്ക് ഈ ക്വിസ് പ്രോഗ്രാമിനൊന്നും താല്പര്യമില്ല. പണ്ട് കാലത്ത് ടെലിവിഷനിലകത്ത് ക്വിസ് പ്രോഗ്രാം, ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഷോ ഒക്കെ ആളുകൾ കുത്തിയിരുന്ന് കാണുമായിരുന്നു. കാരണം അന്ന് വേറെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഇല്ല. ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഇഷ്ടം പോലെ മേഖലകളുണ്ട്. പക്ഷേ എന്നാൽ ഈ ടെലിവിഷനോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഓഡിയൻസും ഉണ്ട്. ഈ അർബൻ ഏരിയ വിട്ട് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ് മെയിൻലി ടി വി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് എലമെൻറ്റും പിന്നെ കുറച്ച് ഫണ്ണും എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു ഭയങ്കര ലെങ്തി ഷോയോ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ സംഭവം ഒന്നുമല്ല. ഒരു സാധാരണ ഒരു ഗെയിം ഷോ ഫോർ ഫൺ ആൻഡ് ഇൻഫർടൈൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഇൻഫർമേഷൻസും പാസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റും പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സബുവിനെ പലപ്പോഴും ബിഗ് ബോസിന് ശേഷം ആളുകൾ ഭയങ്കര മാസ്കുലിനായിട്ടുള്ളൊരു ആണൊരുത്തൻ എന്നുള്ള രീതിയിലൊരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിധത്തിലൊരു ബഹുമാനമുണ്ട് ബിഗ് ബോസിനകത്ത് പറഞ്ഞ പല ഡയലോഗുകളും കൊണ്ട്. ഇപ്പൊ യുദ്ധമെങ്കിൽ അറഞ്ചം പുറഞ്ചം യുദ്ധം, കഴുത്ത് വെട്ടി വെക്കും, അങ്ങനെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനം അതെനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ആണൊരുത്തൻ എന്ന് പറയുന്ന ഒരു കക്ഷിയൊന്നുമല്ല. ഞാൻ ആകെ കൂടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് നമുക്ക് ശരി എന്ന് തോന്നുന്ന സാധനത്തിനകത്ത് വേണ്ടി നിൽക്കുക, തെറ്റ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. അത് ആണായാലും എതിർക്കും, പെണ്ണായാലും എതിർക്കും, അത്രേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാണ് ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന ഈ പാരലൽ വേൾഡിലാണ്. ഇത് പാരലൽ വേൾഡിലെ സാധനമാണ്. പാരലൽ വേൾഡിലെ സാധനങ്ങൾ എനിക്ക് ആക്ച്വലി ഇതുവരെയും അതിനെ വേർതിരിച്ച് കാണാനോ ഇതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ബ്രെയിൻ സ്ട്രക്ചറിൻ്റെ വിഷയമായിരിക്കും. അല്ലെങ്കിൽ ഈ എഴുതുന്നവന്മാർക്ക്, ഈ പറയുന്നവന്മാർക്ക് 1-2 ടീസ്പൂൺ ബ്രെയിനെ കാണുള്ളായിരിക്കും. മനസ്സിലായി? വലിപ്പത്തിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും. മനസ്സിലായി? കാരണം ഹോമോസാപ്പീസിൻ്റെ ബ്രെയിൻ ഡെവലപ്പായി കുറച്ചൊരു പിന്നെ പുരുഷൻ്റെ തലച്ചോറ് ഒരു 28 വയസ്സൊക്കെ ആകുമ്പം പൂർണ്ണ വളർച്ച ഉണ്ടാകുകയും സ്ത്രീയുടെ തലച്ചോറ് ഒരു 21 വയസ്സിൽ പൂർണ്ണ വളർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആലോചിക്കാവുന്ന, ജഡ്ജ് ചെയ്യാവുന്ന ഒരു ലെവലുണ്ട്. ഇത് എത്തിച്ചേരാത്ത മനുഷ്യരായിരിക്കും, ഇല്ലെങ്കിൽ എക്സ്പോഷറിൻ്റെ വിഷയമായിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ വേറൊരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സാധനം കണ്ടു, അത് തെറ്റാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ് അതുവഴി പോയി. അതിനകത്ത് ആണായി ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു
അല്ലെങ്കിൽ അവളാണ് പെണ്ണ്, പെണ്ണൊരു തീ അവൾ പെണ്ണ് തീയായി മാറി. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നൊരു സാധനമാണ്. എന്നിട്ട് ഈ ഇന്റർവ്യൂ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പെണ്ണുപിള്ള ചെരവയ്ക്ക് തലയ്ക്കടിക്കും. എന്നിട്ടേക്ക് ഇതൊന്നും അല്ലല്ല വീട്ടില്, മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് ജീവിച്ചോണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഭാര്യ അങ്ങനെ അനുസരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഭാര്യ എന്നെ അനുസരിക്കാൻ, ഭാര്യയെ അനുസരിക്കുന്നതിൽ സാബുമോന് പ്രശ്നമൊന്നുമില്ല. അനുസരിച്ചല്ലേ മിക്സർ ചിപ്സും വാങ്ങിച്ചോണ്ട് തരത്തില്ല. പിള്ളേർ തറ വാങ്ങിച്ചു കൊടുക്കല്ലേ എന്ന് പറയും. ഇതിലെന്താണ് ഈ അനുസരണ സാധനം? അതെന്ന് പറഞ്ഞില്ല, മനുഷ്യരെങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല. ഇതൊക്കെ ഈ പറഞ്ഞ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, പിള്ളേര് പാരൻസിനെ അനുസരിക്കണം. അങ്ങനെയൊന്നുമില്ല. ലൈഫ് ഒരു സ്ട്രക്ചർ ചെയ്ത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഇപ്പം മക്കൾക്ക് അച്ഛന് തരേണ്ട ഒരു കൺവെൻഷണൽ ബഹുമാനമുണ്ടല്ലോ, അത് കുട്ടികൾ തരാത്തതിലോ അല്ലെങ്കിൽ തരുന്നതിൽ കുറച്ചധികം വിഷമം. എനിക്ക് ബഹുമാനം എന്ന് പറയുന്ന സാധനം ഒരു ആവശ്യമില്ലാത്തൊരുത്തിന്. കാരണം എന്നെ ബഹുമാനിക്കേണ്ട ഒരാവശ്യമില്ല ആരും. എനിക്ക് ഈ ബഹുമാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അത് മനസ്സിലാവാത്തത്? എന്താണ് ഈ ബഹുമാനം? എനിക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തന്നെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ ഒരു സഹജീവിയാണെന്നും അദ്ദേഹവും ഞാനും കൂടിയിട്ടാണ് ഈ സമൂഹം ഉണ്ടാക്കുന്നതെന്നും. എന്ത് സംഭവം ഉണ്ടാക്കുന്നത്? സമൂഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എന്ത് രീതിയിലാണോ ഞാൻ എന്നോട് തന്നെ എങ്ങനെയാണ് പെരുമാറാൻ ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തതയോടും ആ സംഭവഭാവനയോടും കൂടി വേണം ഞാൻ ഓപ്പോസിറ്റുള്ള ഒരാളോട് പെരുമാറാം. അതിന് വേണേൽ ബഹുമാനം എന്ന് പറയാം. അതാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതെ ഞാൻ ചോദിച്ചുള്ളൂ. അതിപ്പം എൻ്റെ മക്കൾ എൻ്റെ അടുത്തും എൻ്റെ മക്കൾ എല്ലാ മനുഷ്യരോടും അങ്ങനെയല്ലേ കാണിക്കണ്ടേ? അല്ല, അച്ഛൻ എന്ന് പറയുമ്പോൾ ഫാദർലി ഫിഗർ, അങ്ങനെ ഒരു ബഹുമാനമുണ്ട്. അച്ഛൻ വന്നിരിക്കുന്നു, അങ്ങനെ ആ കൺവെൻഷണൽ ബഹുമാനം കിട്ടാത്തതിൽ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വന്നിരിക്കുന്നു പറഞ്ഞാൽ അച്ഛൻ വരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എൻ്റെ വൈഫ് പിള്ളേരെ വഴക്ക് പറയും, ഞാൻ എൻ്റെ പിള്ളേരെ വഴക്ക് പറയില്ല, എന്ത് കാണിച്ചാലും ഓക്കെ ആണെന്ന് പറയാം. അതുകൊണ്ട് ദേ വിൽ ബി വെരി ഹാപ്പി. അവരെന്നെ ബഹുമാനിക്കുകയല്ലേ, അവർ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം വരും എന്നെ കാണുമ്പോൾ. അല്ല ബഹുമാനമല്ലേ വരുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഇപ്പം അതിനകത്ത് വളരെയധികം ഹൃദയസ്പർശിയായിട്ട് ആളുകൾ എടുത്തു വയ്ക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ബിഗ് ബോസിൽ. സാബുമോൻ തന്നെ പറഞ്ഞതാണ്. ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ തന്നെ, ഒരു സാബുമോൻ എന്നുള്ളൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി, പക്ഷെ അവൻ എനിക്കൊരു സുഹൃത്തായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടിരിക്കുകയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? എൻ്റെ മക്കളും എൻ്റെ ഫ്രണ്ട്സാണ്. എന്നെ അടുത്തറിയാവുന്ന മനുഷ്യരൊക്കെ എൻ്റെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. ഈ മാറി നിന്നിട്ട് എന്നെ അറിയാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുടയാണ്. അതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചുറ്റും കെട്ടിവെക്കുന്നൊരു കോട്ടയാണ്. ഈ നേരത്തെ നന്ദുചേട്ടൻ്റെ തോളി തട്ടിയ പോലെ ഉള്ള ആളുകളൊന്നും എൻ്റെ അടുത്തേക്ക് വരാനേ പാടില്ല. അതിന് ഞാനൊരു കോട്ട എനിക്ക് ചുറ്റും കെട്ടിവെക്കും. ആ കോട്ടയാണ് അവന് ഭയങ്കര അഹങ്കാരമാണ്, അവന് ഭയങ്കര മുടയാണ് എന്ന് പറയുന്നത്. അത് ഞാൻ കെട്ടിത്തന്നെ വയ്ക്കും. അല്ലാതെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കിടയിൽ അവർക്കും എന്നെ കൊണ്ട് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് അവരെ കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സുഹൃത്ത്, അതാണ് സാബുമോൻ. അതെ, സ്റ്റേറ്റ്മെന്റ് 100% ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിൽ വിചാരിക്കാനാവുമോ പ്രയാഗ മാട്ടിനോട് കാണിച്ച സഹായം? പ്രയാഗ എനിക്ക് മുമ്പേ അറിയാം. കാരണം പ്രയാഗയുടെ സിനിമയുടെ തുടക്കം തൊട്ടേ അറിയാം. അങ്ങനൊരു സംഭവം വന്നു, അവിടെ ചെന്ന് നിന്നു. കാരണം ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പം ആരും ചെന്ന് നിൽക്കില്ല, മനസ്സിലായി? കാരണം ഡ്രഗ് കേസ്, പിന്നെ അതിനകത്ത് ഒരു സംഭവമില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ചെന്ന് നിന്ന് ഈ പറഞ്ഞ മീഡിയാസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, സംസാരിച്ചു. അവർ വളരെ സമാധാനമായിട്ട് മാറിപ്പോയി. ഇപ്പം എനിക്കതിനുള്ള ഒരു ധൈര്യം ഉള്ളിടത്തോളം ഞാനത് ചെയ്തു കൊടുക്കണ്ടേ നമ്മളൊരു സുഹൃത്തിന്. അത് കുറേ പേര് എന്നോട് ചോദിച്ചു, എന്തിന് ഇതിനകത്തൊക്കെ സാബു ചെന്ന് കയറി കൊടുക്കുന്നു? ഐ ഡോണ്ട് ഗിവ് എ ഡാം. പക്ഷെ അത് ഒരു വക്കീലായതുകൊണ്ടാണോ അതോ വക്കീൽ അല്ലല്ല, വക്കീലായതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസും കൂടെ അതിനകത്തുണ്ട്. എനിക്ക് ചെന്ന് നിൽക്കാമല്ലോ, എനിക്ക് ചെന്ന് ചോദിക്കാം.
ഭാവി അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? അതെന്താ? എന്തിന് പ്ലാൻ ചെയ്യുന്ന സാധനം ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളെ അല്ല. ഇപ്പം ഞാൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതെ, അങ്ങനൊരു ആഗ്രഹം. അതാണ് കുറേ നാൾ മുമ്പ് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ലിജു എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇത് ഒന്ന് എഴുതിയിട്ട് സിനിമ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എഴുത്തു തുടങ്ങി. പക്ഷെ കുറേ നാളായി. നമ്മളെ ഒരു സുഹൃത്ത് തന്നെ പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്തു. അതിനു മുമ്പ് വേറൊരാളോട് പറഞ്ഞപ്പോൾ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോൾ ചെയ്യുമെന്നൊന്നും ചോദിക്കരുത്, അത് വരും. കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകരിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സംവിധായകനാവാൻ വേണ്ടിയിട്ടുള്ള പാഠം ഉൾക്കൊള്ളൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനല്ല, അവർ വന്ന് ഇതിനകത്ത് എനിക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ. ഞാൻ ചെയ്യാൻ പോണ സിനിമയ്ക്കകത്ത് അവർ വന്ന് അവരുടെ ഇൻപുട്സ് ഇട്ട് തരണം. അവരുടെ ബാധ്യതയാണ്. ശരി, ഞാൻ ഒരാളല്ല, ഞാൻ കുറേ ആളാണ്. അതെനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഒരാളല്ല എന്ന്, ഞാൻ ഒന്നല്ല എന്ന് പറയാൻ പറ്റും. പേഴ്സണൽ ലൈഫിനെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും? കമ്പാനിയൻ, വൈഫ്, ഭാര്യ, ഒരു ഫാമിലി മാറ്റേഴ്സ് പറയേ ഇല്ല, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യില്ല, പബ്ലിക്കിൽ കൊണ്ടുവരത്തുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, പ്രണയമുള്ള ആളാണോ? ഞാൻ പ്രേമിച്ചോണ്ടേ ഇരിക്കുമല്ലോ. ഭാര്യ തന്നെ? എന്തിന്? പ്രണയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ കാണുന്ന വീഡിയോ അല്ല. ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സാധനമാണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എനിക്കിപ്പം ജി വാഗന്റെ അടുത്ത് പ്രണയമാണ്, മെഴ്സറീസിന്റെ. മനസ്സിലായി? G65. നമുക്ക് എന്തിനോടും പ്രണയം തോന്നും. പ്രണയം നിൽക്കുന്നിടത്ത് മനുഷ്യനില്ലല്ലോ. പിന്നെ തലച്ചോറ് അവിടെ വെച്ച് സ്റ്റക്കായല്ലേ, ബ്രെയിൻ ഡെഡ്. അല്ല, ഈ തമാശകളിലെ തീവ്ര സ്വഭാവം, ദേഷ്യം വരുമ്പോഴുള്ള തീവ്ര സ്വഭാവം, അപ്പൊ അത്രയും ഡയറിങ് റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായിരുന്നു സാബുമാൻ വൺസ് അപ്പോൺ എ ടൈം. ഇത് മറ്റേ കലിപ്പന്റെ കാന്താരിയാണെന്നാണ്. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഭയങ്കരമായിട്ട് വുമൺഹുഡിനൊക്കെ. ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു അങ്ങനെയായിരുന്നു. ഇപ്പൊ പ്രണയം സംഭവിച്ചതുകൊണ്ട് ഒരു ഇവോൾവ് നടന്നിട്ടുണ്ടോ? കുറച്ചുകൂടി നല്ല മനുഷ്യനായിട്ടുണ്ടോ? ഇല്ല. ഞാൻ പണ്ടും നല്ല മനുഷ്യനാണ്, ഇപ്പോഴും നല്ല മനുഷ്യനാണ്. അങ്ങനെ പ്രണയിച്ചത് കൊണ്ട് ഇവോൾവ് ആവേണ്ട തരത്തിലുള്ള ബ്രെയിൻ അല്ല എൻ്റെത്. രണ്ടുപേരെ പറ്റി കൂടി ചോദിക്കേണ്ടതുണ്ടല്ലോ പ്രധാനമായിട്ടും. രണ്ട് കുടുംബമായ രണ്ടുപേർ ഒരു ഷോയുടെ ഭാഗമായി, പിന്നെ സാബുമാൻ്റെ കുടുംബമായി മാറിയ രണ്ടുപേർ, മഞ്ജു പിള്ളയും കാർത്തിക് സൂര്യ. അപ്പോൾ കാർത്തിക് സൂര്യ മുഖസാദൃശ്യമുള്ള അനിയൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇതെന്താ സാബുമാനും ഇയാൾക്ക് ഒരു ചായ എന്നൊക്കെ. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫോർമുല സെറ്റ് ചെയ്തത്? എങ്ങനെ ഇത്ര സിങ്ക്? പാവമേനാണ്. എനിക്ക് ഞാൻ ഷോയുടെ സമയത്തിലും ആക്ച്വലി എനിക്ക് കാർത്തിക് സൂര്യ അറിഞ്ഞൂടെ. അങ്ങനെ യൂട്യൂബർ അറിയില്ല. അങ്ങനെ ഈ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ശരിക്കും എന്നെക്കാളിലും ആളുകൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും അവർ. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യും എനിക്ക് അവരെ അറിയാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് അവരെ അറിയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ പഞ്ചായത്തിലില്ല. മനസ്സിലായേ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇവർ ഭയങ്കര വ്യൂവർഷിപ്പൊക്കെ ഉള്ളൊരു ആങ്കറാണ്, മീൻസ് യൂട്യൂബറാണ്. അത് പിന്നെ നമ്മുടെ ഒരു അനിയൻ പയ്യൻ്റെ ഇതിലേക്ക് എൻ്ററായ ഒരാളാണ് കാർത്തി. പാവമാണ്. എങ്ങനെയാ ഈ ഒരു ബ്രദർഹുഡ് വന്നത്? അതിനെന്താ കാരണം ശരിക്കും? അത് ആക്ച്വലി ഈ ചോദ്യം കാർത്തി എടുത്ത് ചോദിക്കണം, എങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആയെന്നുള്ളത്. മനസ്സിലായി? എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കാർത്തിയുടെ സാധനം എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും. കാർത്തിയുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. ആൻഡ് ലേറ്ററാണ് പിന്നെ കാർത്തിക് തന്നെ മനസ്സിലാകുന്നത് ഇവർക്കെല്ലാം ഓരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്.
അപ്പം എനിക്കങ്ങനെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ആയിരിക്കും കുറച്ച് കൂടുതൽ സ്നേഹം എൻ്റെ അടുത്ത് അവന് വന്നത്. ലാഭമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരാളെ കിട്ടി. ബന്ധങ്ങൾക്കകത്തുനിന്ന് ലാഭം എടുക്കേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ അവനുമായിട്ടൊരു പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ, നിന്റെ വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് എനിക്ക് തരണമെന്ന്. മനസ്സിലായേ? അതവൻ കൊണ്ട് തന്നിട്ട് പോയി. പക്ഷെ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കൊരു ചെരുപ്പ് വേണമെന്ന് പറയുമ്പോഴേക്കും ബേക്കൺ സ്റ്റോക്കിന്റെ അവൻ ചെരുപ്പ് വാങ്ങിച്ചു അതില്ലെന്നുണ്ടെങ്കിൽ അവൻ വിവരം അറിയും. അതുകൊണ്ടാണ്. അങ്ങനെ ഭയങ്കര നിഷ്കളങ്കരൊന്നുമല്ല അവൻ. എല്ലാ മനുഷ്യർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, മനസ്സിലായി. പക്ഷെ അവൻ നല്ല പയ്യനാണ്. അയാളെയും റോസ്റ്റ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നോ? പിന്നെ അവനെ സ്ഥിരം റോസ്റ്റ് ചെയ്യലല്ലേ എൻ്റെ പരിപാടി. മീൻ ഷോക്ക് അകത്തല്ല ഞാൻ പറയുന്നത്, ഷോക്ക് പുറത്തും തുടക്കകാലത്തൊക്കെ ഇല്ല, കുറച്ച് മയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രീൻ റൂം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമ്മളുടെ റൂം. അവിടെ അവൻ്റെ മരണമാണ്. അണ്ണോ എന്ന് ദയനീയമായൊരു വിളി വിളിക്കുവാൻ. ഇതിന്ന് കഥയുണ്ടാക്കും. ഇല്ലണ്ണാ ഞാനല്ല എന്ന് പറയും. പക്ഷെ അതിൽ പിന്നെ ഈ കഥകൾ മെനയാൻ നസീർ സംക്രാന്തിയും ഉണ്ട്. ഞാൻ തുടങ്ങി ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നസീറൊക്കെ സെറ്റ് ചെയ്തോളൂ. അദ്ദേഹത്തെ പറ്റി കൊണ്ട് ചോദിക്കണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച, അദ്ദേഹം ജീവിതത്തിലെ ഇതവസ്ഥയിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. വലിയൊരു കലാകാരൻ എന്നുള്ള രീതിയിലായാലും ശരി, സാമ്പത്തികപരമായിട്ടൊക്കെ രീതിയിലൊക്കെ ഒരു വലിയ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? നസീർ സംക്രാന്തി. കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ സഹപ്രവർത്തകൻ എന്ന രീതിയിൽ. നസീറൊക്കെ എൻ്റെ കൂട്ടുകാരനൊന്നുമില്ല, നസീറൊക്കെ കൊളീഗാണ്. ഓക്കെ, രണ്ടായിട്ട് തന്നെ വെച്ചിരിക്കുക. നസീറൊക്കെ ഞാനുമായിട്ട് കണക്ട് ആകാൻ ഭയങ്കര പാടാണ്. കാരണം നസീർക്കയുടെ ലോകം വേറെയാണ്, മനസ്സിലായി. എന്നെ മനസ്സിലാകത്തേയില്ല നസീർക്കാക്ക്. അതുകൊണ്ട് നസീർക്ക് എന്നെ പേടിയും കൂടെ ഉണ്ട്. അതെന്താ? എൻ്റെ അടുത്ത് ഭയങ്കര ഇതായിട്ട് എന്നെ ഭയങ്കര സ്നേഹമാണ്. സ്നേഹം കൊണ്ടുള്ളൊരു പേടിയുണ്ടല്ലോ, അങ്ങനത്തെ ആളാണ്. ഇവൻ എന്ത് ചെയ്യും. മഞ്ജു ചേച്ചി പിന്നെ അവിടെ ചേച്ചിയായിട്ട് പിന്നെ ISI മുദ്ര കൊടുത്ത് മാറ്റി വെച്ചാണ്. ബഹുമാനം, സ്നേഹം എല്ലാം ഉണ്ട്. അതെ. എന്ത് ഒന്നാമത് ഇത്തരത്തിലുള്ള ഭയം, ഈ വ്യക്തികളെ ഭയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തൊരാളാണ് ഞാൻ, മനസ്സിലായി. അങ്ങനെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ഭയം ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. ഭയം അല്ലല്ലോ മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്.